എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും റബ്ബർ കർഷകർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ റബ്ബർ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും റബ്ബറിന് പൊന്നും വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. വിപണിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ആധികാരിക റിപ്പോർട്ടുകൾ പ്രകാരം അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് 300 രൂപ എന്ന ചരിത്രപരമായിട്ടുള്ള നിരക്കും കടന്ന് മുന്നേറുകയാണ്. ആഗോള വിപണിയിലുണ്ടായ ഈ ഒരു വൻ കുതിപ്പിന് അനുസൃതമായിട്ട് നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വിപണിയിലും സമാനതകളില്ലാത്ത വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ മികച്ച ഗുണനിലവാരമുള്ള റബ്ബർ ഷീറ്റുകൾക്ക് RSS4 കിലോയ്ക്ക് 276 രൂപ എന്ന റെക്കോർഡ് വിലയാണ് കർഷകർക്ക് നേരിട്ട് ലഭിക്കുന്നത്. സംസ്ഥാനത്തിന് റബ്ബർ ചരിത്രത്തിൽ തന്നെ കർഷകന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. അതോടൊപ്പം തന്നെ റബ്ബർ ഷീറ്റാക്കി മാറ്റാതെ നേരിട്ട് വിൽക്കുന്ന റബ്ബർ പാലിൻ്റെ വിപണി വിലയും കുതിച്ചുയർന്നിട്ടുണ്ട്. കിലോയ്ക്ക് 245 എന്ന റെക്കോർഡ് നിരക്കിലാണ് ഇപ്പോൾ റബ്ബർ പാല് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കനത്ത പ്രതിസന്ധി നേരിട്ടിരുന്ന സാധാരണക്കാരായിട്ടുള്ള റബ്ബർ കർഷകർക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസവും പ്രതീക്ഷയുമാണ് ഈ ഒരു പുതിയ വിപണി നിരക്കുകൾ സമ്മാനിക്കുന്നത്. എന്തുകൊണ്ടാണ് റബ്ബർ വില പെട്ടെന്ന് ഇങ്ങനെ ഉയരുവാൻ കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. ചൈന, യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ വാഹന വ്യവസായ മേഖലയിലുണ്ടായ വലിയ ഉണർവും ആവശ്യക്കാരുടെ വർധനവുമാണ് പശ്ചിമേഷ്യയിലെ നിലവിലുണ്ടായ സംഘർഷങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുകയും അത് സിന്തറ്റിക് റബ്ബർ ഉത്പാദനത്തെ ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആഗോളതലത്തിലുള്ള കണ്ടെയ്നർ ക്ഷാമവും കപ്പൽ ഗതാഗത ചെലവിലുണ്ടായ വർധനവും പ്രതികൂല കാലാവസ്ഥ കാരണം തായ്ലൻഡ്, മലേഷ്യ പോലുള്ള പ്രധാന റബ്ബർ ഉത്പാദക രാജ്യങ്ങളുണ്ടായ ഉത്പാദനക്കുറവും കാരണമായി വില ഇത്രയധികം ഉയർന്നിട്ടും വിപണിയിൽ ആവശ്യത്തിന് റബ്ബർ എത്തുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. മുൻപ് വേനൽ ചൂട് കാരണം പലയിടങ്ങളിലും ടാപ്പിംഗ് നിർത്തിവെച്ചതും റബ്ബർ ഷീറ്റ് തയ്യാറാക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതുമാണ് ഇതിന് കാരണം. വരും ദിവസങ്ങളിലും വില ഇതേ രീതിയിൽ തുടരുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ ഒരു വിലക്കയറ്റം കർഷകർക്ക് വലിയൊരു ആശ്വാസകരമാകുമെന്ന് പ്രതീക്ഷിക്കാം. റബ്ബർ വിലയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.